അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എന്ന് നമ്മൾ പുതിയ പാഠം എടുക്കാൻ പോവാണ്. അതായത് പൈദൽ സെ ഹവായി ജഹാസ് തക്ക്. പൈദൽ എന്ന് പറഞ്ഞാൽ നടത്തം, ഹവായി ജഹാസ് എന്ന് പറഞ്ഞാൽ വിമാനം. അപ്പം നടത്തം തൊട്ട് വിമാനം വരെ. ഓക്കെ, അതായത് നമ്മുടെ ആദ്യകാലത്ത് എങ്ങനെയായിരുന്നു ആളുകൾ സഞ്ചരിച്ചിരുന്നത്, അവരുടെ പുരോഗമനമനുസരിച്ച് അതിൻ്റെ മാറ്റങ്ങൾ, അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹമാരി ജറൂറത്തെ ഏക് ജഗ രഹ്നെ സെ പൂരി നഹി ഹോത്തെ. ഹമാരി ജറൂറത്തെ, നമ്മുടെ അത്യാവശ്യങ്ങൾ, ഏക് ജഗ രഹ്നെ സെ, ഒരു സ്ഥലത്ത് തന്നെ ജീവിക്കുന്നതിനാൽ, പൂരി നഹി ഹോത്തെ, പൂർണ്ണമാകുന്നില്ല. പൂരി ഹോന എന്ന് പറഞ്ഞാൽ പൂർണ്ണമാവുക. അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ജീവിച്ച നമ്മൾ ആഗ്രഹങ്ങളും അത്യാവശ്യങ്ങളും ഒക്കെ കഴിയുമോ? ഇല്ല. ഇസ്ലിയെ, ഈ കാരണത്തിന് വേണ്ടി തന്നെ ഹമേ, നമുക്ക് ഏക് ജഗാസെ, ഒരു സ്ഥലത്തു നിന്നും ദൂസരി ജഗ, മറ്റൊരു സ്ഥലത്തേക്ക് ജാനേക്ക് പോകുന്നതിൻ്റെ ജറൂറത്ത് പടുത്തി ഹേ, അത്യാവശ്യം വരുന്നു. പഠന എന്ന് പറഞ്ഞാൽ വർദ്ധിക്കുന്നു, ഉണ്ടാകുന്നു എന്നൊക്കെ. അപ്പോൾ ഇവിടെ അത്യാവശ്യം വരുന്നു, അത്യാവശ്യം ഉണ്ടാകുന്നു. ശരിയല്ലേ? ഒരു സ്ഥലത്ത് നിന്നാൽ നടക്കില്ല. അപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടി വരുന്നു. പഹ്ലെ ഇൻസാൻ, ആദ്യത്തെ മനുഷ്യന്മാരൊക്കെ ഹർ ജഗ, എല്ലാ സ്ഥലത്തേക്കും, പൈദൽഹി, നടന്നു തന്നെയാണ്, ആത്താ ജാത്താത്ത, വന്നുപോയിരുന്നത്. ആത്താ ജാത്താത്ത, വന്നുപോയിരുന്നത്. അപ്പം നടന്നു തന്നെയാണ് അവരുടെ ആവശ്യങ്ങളൊക്കെ അവർ നിറവേറ്റിയിരുന്നത്. സാമാൻ ബി, സാധനങ്ങൾ പോലും ആ മനുഷ്യന്മാർ അപ്പിനെ, തൻ്റെ, അതായത് അവരുടെ സർ യാ പേട്ട്, തലയിലോ അല്ലെങ്കിൽ പേട്ട് പർ, അല്ലെങ്കിൽ പുറത്തോ, ലാദ് കർ, ലാദിനെന്ന് പറഞ്ഞാൽ ചുമക്കുക, ലാദ് കർന ചുമക്കുക, ലാദ് കർ ചുമന്നിട്ട്, ലേ ജാത്താത്തെ, കൊണ്ടുപോയിരുന്നത്, ലേന കൊണ്ടുപോവുക. അപ്പോൾ അവരെന്തെങ്കിലും സാധനങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവരെന്താക്കും, തലയുടെ മേലോ അല്ലെങ്കിൽ പുറത്തോ ചുമന്നിട്ടാണ് അവർ കൊണ്ടുപോയിരുന്നത്. എന്നാലോ ഏക്ക് ജമാനത്തേക്ക്, ഒരു കാലം വരെ, ഇസീ തറ, ഇങ്ങനെ തന്നെ ഇൻസാൻ കാ, മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ, ചൽത്താരഹ, നടന്നുകൊണ്ടിരുന്നത്. ഇതേപോലെ തന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ അവർ ചുമന്നിട്ടും തലയിൽ വെച്ചിട്ടും പുറത്തൊക്കെ വെച്ചിട്ടാണ് അവർ പോയിരുന്നത്. അപ്പിനി ജറൂറത്തോക്കോ, തങ്ങളുടെ, അതായത് ഓരോ മനുഷ്യന്മാരുടെയും അത്യാവശ്യങ്ങളെ പൂരാകർണേ കേലിയെ, പൂർത്തിയാക്കാൻ വേണ്ടി, ഉസ്നെ, ആ മനുഷ്യന്മാർ, ആസ്പാസ് കാ, അതായത് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ, ആസ്പാസ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ, ജായിസ ലിയാത്തോ, ജായിസ എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക. അങ്ങനെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ നിരീക്ഷിച്ചപ്പോൾ, ജായിസ ലിയാത്തോ, നിരീക്ഷിച്ചപ്പോൾ, ഉസ്കി സമജ്മേ, അവരുടെ ചിന്തയിൽ യേ ബാത്ത് ആയി, ഈ കാര്യം വന്നു. എന്താ വന്നത്? എന്തെന്നാൽ കുച്ച് ജാൻവർ, കുറച്ച് മൃഗങ്ങൾ, സവാരി ഓർ ബൂജ് ഡോനേക്കെ കാം ആ സക്തേ ഹേ, കുറച്ച് മൃഗങ്ങൾക്ക് യാത്രയും, പിന്നെ ബൂജ് ഡോനെ, ബൂജ് എന്ന് പറഞ്ഞാൽ ഭാരം, ചരക്ക് എന്നൊക്കെ പറയും. ചരക്കും ഡൂന എന്ന് പറഞ്ഞാൽ വലിക്കുക. അപ്പോൾ കുറച്ച് മൃഗങ്ങളെ കൊണ്ട് സവാരി ഓർ ബൂജ് ഡോനേക്കെ, അതായത് സവാരി ചെയ്യാനും പിന്നെ ഭാരം വഹിക്കാനുമുള്ള കാം ആസക്തേ ഹേ, ഉപകാരം എടുക്കാൻ സാധിക്കും. അവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, കുറച്ച് മൃഗങ്ങളെ കൊണ്ട് എന്താക്കാമാണെങ്കിൽ സഞ്ചരിക്കാനും ഉപകാരം എടുക്കാനും സാധിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. ഉസ്നെ, മനുഷ്യർ, ഗോഡെ, കുതിരയെയും, ഹാത്തി, ആനയെയും, ബേൽ, കാളകളെയും, ഊണ്ടർന്ന ഒട്ടകങ്ങളെയും, ഓർ ഹച്ചർ, കോവർ കൈതകളെയും, വഗൈറ, അതല്ലാത്തവയും ഒക്കെ, ജയ്സെ, അതല്ലാത്ത പോലോത്ത, വഗൈറ ജയ്സെ, അതല്ലാത്ത ജയ്സെ പോലോത്ത, ജാൻവറോൻസെ, മൃഗങ്ങൾ കൊണ്ട്, കാംലേന, ഉപകാരമെടുക്കാൻ ശുറൂക്കിയ, ആരംഭിച്ചു. അർത്ഥം വെച്ച് മനസ്സിലായില്ലേ? ഒട്ടകം, ഇങ്ങനെയൊക്കെ, ഹച്ചർ, കോവർ, കൈത, വഗൈറ, അതല്ലാത്തതുമായ ജയ്സെ, ഇതുപോലത്തെ മൃഗങ്ങളെ കൊണ്ട് എന്താക്കി, കാംലേന, ഉപകാരമെടുക്കാൻ ശുറൂക്കിയ, ആരംഭിച്ചു. ലേക്കിൻ, പക്ഷേ, ഇതിൽ മുഷ്കിൽ യേത്തി, പ്രയാസം ഇതായിരുന്നു, എന്തെന്നാൽ, ദൂരെ പോകുന്നതിൽ, ബഹുത് വക്ത്, ഒരുപാട് സമയം, ലഗ് ജാത്താത്ത, എടുക്കപ്പെടുന്നു. ലഗ് ജാന എന്ന് പറഞ്ഞാൽ എടുക്കുക, ജാത്താത്ത, എടുക്കപ്പെടുമായിരുന്നു, അതായത് ഒരുപാട് സമയം എടുക്കുമായിരുന്നു. അങ്ങനെ ഇൻസാൻ കെ ഷോർ, മനുഷ്യൻ്റെ ബോധം, ബുദ്ധി, അറിവ്, ഷോർ എന്ന് പറഞ്ഞ ബോധം, അറിവ് എന്നൊക്കെ ഉണ്ട്. മനുഷ്യന്മാരുടെ അറിവ് തറക്കി കർണ എന്ന് പറഞ്ഞാൽ പുരോഗമിക്കുക. അങ്ങനെ മനുഷ്യന്മാരുടെ ബോധം ഇങ്ങനെ പുരോഗമിച്ചപ്പോൾ, അവർ പഹിയ എന്ന് പറഞ്ഞ ചക്രം, ഈജാദ് കർലിയ,
ചക്രം കണ്ടുപിടിച്ചു. ഈജാദ്കാരനാണ് കണ്ടുപിടിക്കുക. പിർ എന്നിട്ട് ഉസ്നെ ആ മനുഷ്യർ ദോ പഹിയോ പർ രണ്ട് ചക്രത്തിന്മേൽ ചലനെ വാലി ചലിക്കുന്ന ഗാഡിയ വണ്ടികൾ ബനാലെ ഉണ്ടാക്കി. ബനാലേ ഉണ്ടാക്കി. ഉൻ ഗാഡിയോങ്കോ എന്നിട്ടോ ആ രണ്ട് ചക്രത്തിലുണ്ടാക്കിയ ആ വാഹനങ്ങളെ ജാൻവർ മൃഗങ്ങൾ കീഞ്ചിനെ ലगे അവരെന്താക്കാൻ തുടങ്ങി? വലിക്കാൻ തുടങ്ങി. കീഞ്ചിനെ ലगे വലിക്കാൻ തുടങ്ങി. ഇപ്പോൾ അപ്പം ഇങ്ങനെ വലിക്കൽ, അതായത് രണ്ട് ചക്രം ഉണ്ടാക്കി മൃഗങ്ങൾ വലിക്കുന്ന കാരണത്താൽ ഇപ്പോൾ ഭാരീസേ ഭാരി സാമാൻ, അതായത് ഭാരമുള്ള, ഭാരി പറഞ്ഞാൽ ഭാരമുള്ള, അപ്പോൾ ഭാരമുള്ള സാധനങ്ങളും ഓർ ജ്യാദാ സേ ജ്യാദാ ലോഗ് ധാരാളം ജനങ്ങളും ഉൻ സവാരിയോ കെ ദരിയെ ആ സഞ്ചാരത്തിന്, ആ വാഹന സവാരി എന്ന സഞ്ചാരങ്ങൾ, ആ സഞ്ചാരങ്ങൾ മുഖേന ആസാനീസ് ദരിയെ എന്ന് പറഞ്ഞാൽ മുഖേന ആ ദരിയേസ് അതിൻ്റെ ആസാനീസ് അത് എളുപ്പത്തോടെ ഏക്ക് ജഗാസെ ഒരു സ്ഥലത്തു നിന്നും ദൂസരി ജഗ മറ്റൊരു സ്ഥലത്തേക്ക് ആനേ ജാനയിലേക്ക് വരാനും പോകാനും തുടങ്ങി അല്ലേ. അപ്പം ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ ഇത് ഉയർന്നു. അങ്ങനെ ജബ് ഇൻസാൻകോ മനുഷ്യന്മാർക്ക് ബാപ് കി കുവ്വത് കാ അന്താസ ഹുവാത്തോ, അതായത് ബാപ്പ് എന്ന് പറഞ്ഞാൽ നീരാവിയുടെ ശക്തിയെ, കുവ്വത്തറ ശക്തിയെ അന്താസ ഹുവാത്തോ, അന്താസ എന്ന് പറഞ്ഞാൽ ഊഹിക്കുക, അങ്ങനെ അതിനെക്കുറിച്ച് അവർ ഊഹിച്ചപ്പോൾ ഉസ്നെ അവർ ബാപ്സെ നീരാവി കൊണ്ട് ചലനേവാല ചലിക്കുന്ന ഇഞ്ചൻ ബനാലിയ അവരെന്താക്കി? പെട്ടെന്ന് തന്നെ ഒരു ഇഞ്ചനും ഉണ്ടാക്കി. അതാരാണ്? ജെയിംസ് വാട്ട്. അദ്ദേഹം ജെയിംസ് വാട്ട് ജെയിംസ് വാട്ട് എന്ന് പേരുള്ള ഏക് ആദ്മി, ഒരു മനുഷ്യൻ ഇസ് ഇഞ്ചൻമേ ഈ ഇഞ്ചനിൽ ഈ തബ്ദീലിയാൻ ഒരുപാട് മാറ്റങ്ങൾ ചെയ്തു, അതായത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. എന്നിട്ടോ ഓർ സാബിത് കർദിയ, എന്നിട്ടോ ഇത് സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. സാബിത് കർണ എന്നാൽ സ്ഥിരപ്പെടുത്തുക. ഇത് സ്ഥിരപ്പെടുത്തി നൽകി എന്തെന്നാൽ ബാപ് കി കുവ്വത് സെ നീരാവിയുടെ ശക്തി കൊണ്ട് കം വക്തുമേ കുറഞ്ഞ സമയത്തിൽ ബഹുത്സ ഒരുപാട് കാം ലിയാ ജാ സക്താത്ത ഒരുപാട് ഉപകാരമെടുക്കപ്പെടാൻ സാധിക്കുന്നു. ലോകോനെ ജനങ്ങൾ അവർ ചിന്തിച്ചു എന്തെന്നാൽ ജബ് ഏക്ക് ജഗ രക്കർ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇസ് ഇഞ്ചൻസെ ഈ ഇഞ്ചൻ കൊണ്ട് ഖാം ലിയാ ജാ സക്താ ഹേതോ ഉപകാരമെടുക്കപ്പെടാൻ സാധിക്കുമ്പോൾ ഉസ്കി മദദ്സെ ഇതിൻ്റെ സഹായത്താൽ ചക്രങ്ങളെയും ജ്യാദാ തേസീസെ ഒരുപാട് ധാരാളം വേഗതയോടെ ചലായ ജാ സക്താ ഹേ എന്താണ് ചലിപ്പിക്കാൻ സാധിക്കപ്പെടുന്നു അല്ലേ. ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇഞ്ചിനെ കൊണ്ട് ഇങ്ങനെ വലിപ്പിച്ചാൽ അതിൻ്റെ സഹായം കൊണ്ട് ചക്രങ്ങളെയും അത് ചക്രങ്ങളെ വലിക്കാന്ന് മാത്രമല്ല അതിനെ ഒന്നുകൂടെ വേഗത്തിൽ വലിക്കപ്പെടാൻ സാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അട്ടാരേവേ സതി അട്ടാരവേ എന്നാ പറയട്ടെ, അട്ടാരവേ സതി അതായത് 18-ാം നൂറ്റാണ്ടിൻ്റെ ആഖിർമേ അവസാനത്തിൽ ഇൻസാനെ മനുഷ്യൻ ഇസ് ഖിയാൽ ഖോബി ഈ ചിന്തയെയും സച്ച് കർ ദിക്കായ സച്ച് കർണ യാഥാർത്ഥ്യമാക്കുക, സച്ച് കർ ദിക്കായ യാഥാർത്ഥ്യമാക്കിയിട്ട് കാണിച്ചു ഓർ കാണിക്കുകയും ഓർ സടക്കോം പർ റോഡിന്മേൽ അതായത് റോഡുകളിൽ ബാബ് കി താക്കത്ത് സെ നീരാവിയുടെ ശക്തിയാൽ ചലനേവാലി ചലിക്കുന്ന മോട്ടോർ വാഹനങ്ങളും മോട്ടോർ സൈക്കിൾ പോലത്തെ മോട്ടോർ വാഹനങ്ങളും ദിഖായി ദേനയിലേക്ക് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ അവരുടെ ചിന്തകൾ ഇങ്ങനെ അധികരിച്ച് വരാം. പക്ഷെ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയെടുക്കാം. അസ്സലാമു അലൈക്കും.